KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യനെ കോഴിക്കോട് ചേവായൂർ പോലീസ് ഇന്ന് അതിരാവിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായി. ഈ അറസ്റ്റിൽ ഞാൻ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മോഡിക്കും അമിത്ഷായ്ക്കും പഠിക്കുകയാണോ? എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു നടപടിയും സുബ്രഹ്മണ്യൻ ചെയ്തിട്ടില്ല. സുബ്രഹ്മണ്യൻ ഒരു പൊതുപ്രവർത്തകനാണ്, കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു ചിത്രം അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആഡ് ചെയ്തു എന്ന് മാത്രമാണ് അദ്ദേഹം ചെയ്ത കുറ്റം. അല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റിയെന്നാണ് എൻ്റെ ചോദ്യം. ഇതുപോലെ ആരെല്ലാം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. എത്രയോ ആളുകൾ നമ്മുടെയെല്ലാം ചിത്രങ്ങൾ, അവാസ്തവമായ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. തന്നെയുമല്ല, ഒരു മാസം മുമ്പ് BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഈ ഫോട്ടോ ഇട്ടതാണ്. രാജീവ് ചന്ദ്രശേഖരനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? BJPയും CPMും തമ്മിലുള്ള അന്തർധാര നിലനിൽക്കുന്നത് കൊണ്ടാണോ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിൽ കേസെടുക്കാഞ്ഞത്? എൻ സുബ്രഹ്മണ്യൻ കോൺഗ്രസ് നേതാവായതുകൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പം കേസെടുത്തത്? സുബ്രഹ്മണ്യത്തിൻ്റെ പേരിൽ കേസെടുക്കാമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിൽ ഒരു മാസം മുമ്പ് കേസെടുക്കേണ്ടത് ആയിരുന്നില്ലേ? അപ്പോൾ ഇത് രാഷ്ട്രീയമായ പകപോക്കലാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ആരും സംസാരിച്ചുകൂടാ, ആരും പോസ്റ്റിട്ടുകൂടാ. അദ്ദേഹത്തിനെതിരെ ആരും പോസ്റ്റിട്ട് എത്രയോ സർക്കാർ ജീവനക്കാരെ സർവീസിന് സസ്പെൻഡ് ചെയ്തു. എന്തെല്ലാം പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ സ്റ്റാലിനാണോ? എനിക്കറിയാൻ വയ്യ ചോദിക്കുക. റഷ്യയിൽ നമ്മൾ കണ്ട സ്റ്റാലിനാണോ? ആ സ്റ്റാലിൻ്റെ പ്രതിരൂപമാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? പിന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വഴിമാറ്റാനാണ്, ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ ഈ അറസ്റ്റും മറ്റു കാര്യങ്ങൾ നടക്കുന്നത്. അറസ്റ്റ് ചെയ്യട്ടെ, ജയിലിലിട്ടോട്ടെ. സുബ്രഹ്മണ്യനെ മാത്രമല്ല, ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഇതുപോലെ ജയിലിടേണ്ടി വരും. മുഖ്യമന്ത്രി അങ്ങനെ ഞങ്ങളെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ മണ്ണിൽ തന്നെ ജീവിക്കുന്നവരാണ്. അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവായ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ്സുകാരൊക്കെ പേടിച്ചു പോകും, കോൺഗ്രസ്സുകാരൊക്കെ ഭയപ്പെട്ടു പോകും. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കില്ല എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട.